നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ അഴിമതി ആരോപണങ്ങൾക്ക് യാതൊരു ക്ഷാമവുമില്ല. എത്ര ആരോപണങ്ങൾ വേണമെങ്കിലും വാസ്തവത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അന്യോന്യം അഴിമതി ആരോപിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത് തന്നെ. അത് പ്രതിരോധ രംഗത്താണെങ്കിൽ പറയുകയും വേണ്ട. പ്രതിരോധ രംഗത്ത് നമ്മളുടെ പട്ടാളക്കാർക്ക് വേണ്ടി എന്തായുധം വാങ്ങിച്ചു കഴിഞ്ഞാലും ഇല്ലാത്ത കലഹം മുഴുവനുണ്ടാകും. ഇപ്പോഴല്ല കേട്ടോ, പണ്ട് മുതലേ ഉള്ളതാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതലുണ്ട്. അന്ന് പക്ഷേ പത്രമാധ്യമങ്ങളും ഇത്ര വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തധികാരം അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലും മാധ്യമശ്രദ്ധ ഇത്രയധികം കിട്ടുന്ന ഒരവസരം ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരടിച്ചമർത്തുമായിരുന്നു. ആ കാലഘട്ടവും അങ്ങ് പോയി. പിന്നീട് ഈ അഴിമതി ആരോപണങ്ങളുടെ ഒരു പടയൊരുക്കം തന്നെയായിരുന്നു. അതിലേറ്റവും വലിയ ഒന്നായിരുന്നു ബോഫോഴ്സ് കേസ്. 543 അംഗങ്ങളുള്ള ലോക്സഭയിൽ 414 അംഗങ്ങളുമായിട്ടാണ് രാജീവ് ഗാന്ധി അധികാരത്തിൽ വരുന്നത്. ഇത്രയും വലിയ ഭൂരിപക്ഷം ഇന്ദിരാഗാന്ധിക്കോ ജവഹർലാൽ നെഹ്റുവിനോ പോലും കിട്ടിയിട്ടില്ല. അത്ര വലിയ ഭൂരിപക്ഷത്തിൽ വന്ന രാജീവ് ഗാന്ധി 89 തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. അതിന് കാരണം ബോഫോഴ്സ് എന്ന ഒരു സ്വീഡിഷ് തോക്ക്, പീരങ്കിയാണ് കേട്ടോ. അത് വാങ്ങിയതിൽ കോഴ ഉണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ കൂടെ ഉണ്ടായിരുന്ന VP സിംഗ് ആരോപണം ഉന്നയിക്കുകയും മന്ത്രിസഭയിൽ നിന്ന് പുറത്താകുകയും VP സിംഗിൻ്റെ നേതൃത്വത്തിൽ ലോക്ദൾ എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുകയും അതിൽ VP സിംഗ് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ജയിച്ചു വരികയും VP സിംഗിനെ പുറത്തു നിന്ന് BJPയും CPMഉം പിന്തുണയ്ക്കുകയും ചെയ്ത് VP സിംഗ് അധികാരത്തിൽ വന്നു. എന്നിട്ട് ബോഫോഴ്സ് കേസിലെ അഴിമതി പിടിച്ചോ? ഇല്ല. ഇത് കഴിഞ്ഞു വാജ്പേയി സർക്കാർ വന്നു. അത് കഴിഞ്ഞിട്ട് മൻമോഹൻ സിംഗ് സർക്കാർ വന്നു. അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്നത് AK ആൻ്റണിയാണ്. ഈ അഴിമതി ആരോപണം ഭയന്നിട്ട് AK ആൻ്റണി ഒരു ആണിയോ വിജാഗിരിയോ പോലും പട്ടാളക്കാർക്ക് മേടിച്ചു കൊടുത്തില്ല. കാരണം ആൻ്റണിക്ക് അഴിമതി അത്രയ്ക്ക് പേടിയാണ്. തൻ്റെ മേത്ത് ചെളി തെറിക്കുന്ന ഏർപ്പാടാണ് അഴിമതി. അതുകൊണ്ട് അദ്ദേഹം ഫയലുകളെല്ലാം കൂട്ടി വെച്ചു. രാജ്യസഭയിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു, എൻ്റെ പൊന്ന ആൻ്റണി, പട്ടാളക്കാർക്ക് വേണ്ട ആയുധങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, രാജ്യരക്ഷയുടെ പ്രശ്നമല്ലേ, ഞങ്ങൾ ഒരു അഴിമതി ആരോപണവും ഉന്നയിക്കുന്നില്ല, നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചോ, ഇനി അതിനകത്ത് എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്ക് നോക്കാം, നമ്മളിവിടെ ഉണ്ടല്ലോ, നമ്മൾ രണ്ടുപേരും തമ്മിൽ കുറേ വഴക്കൊക്കെ നടക്കും, ഇത്രയല്ലേ ഉള്ളൂ, സാധനം മേടിക്കുന്നു. ആൻ്റണി മേടിച്ചില്ല. മേടിക്കാതിരുന്നിട്ട് അവസാനം ഒരു ബാറ്ററി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു അന്തർവാഹിനിയിൽ പൊട്ടിത്തെറി ഉണ്ടാകുകയും 7 നേവിക്കാരും മരിച്ചു പോവുകയും വരെ ചെയ്തു. എന്നിട്ടും ആൻ്റണി അനങ്ങിയില്ല. അക്കാലത്താണ് ഈ റഫാൽ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങാൻ ഒരു ഡ്രാഫ്റ്റ് കരാറുണ്ടാക്കി. ഒപ്പിട്ട് ഫൈനലാക്കിയില്ല കേട്ടോ. 126 വിമാനം, അതിനകത്തെ 20 വിമാനം അവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടയക്കും, ബാക്കി ഇവിടുത്തെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നു. എങ്ങും എത്തിയില്ല. സംഭവം 2012 13 14 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. മോദി വന്നു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ എഴഞ്ഞഴഞ്ഞ് കിടക്കുകയാണ്. മോദി പറഞ്ഞു, ഇതുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, പകുതി അവിടെ ഉണ്ടാക്കും, പകുതി ഇവിടെ ഉണ്ടാക്കും, പട്ടാളക്കാർക്കാണെങ്കിൽ വിമാനമില്ല കയ്യിൽ. മോദി പറഞ്ഞു, എല്ലാം കൂടെ കീറിക്കളടാ, ഞാൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നേരെ ഗവൺമെൻറ് കോൺട്രാക്റ്റ് ഉണ്ടാക്കി ഫ്രഞ്ച് ഗവൺമെൻറ്റുമായിട്ട് 36 റഫേൽ വിമാനങ്ങൾ അർജൻറ്റായിട്ടും ബാക്കി പിന്നെയെന്ന് പറഞ്ഞ് കരാറുണ്ടാക്കി. തുടങ്ങി ബഹളം അങ്ങോട്ട്. അഴിമതി എന്ന് പറഞ്ഞ് ബഹളം തുടങ്ങി. അവസാനം ആ അഴിമതിയിൽ അന്വേഷണമായി. സുപ്രീം കോടതി ഇടപെട്ടു. ഇപ്പോൾ മോദിയെ തൂക്കിക്കൊല്ലുമെന്നൊക്കെ പറഞ്ഞു. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇടപെട്ടു. ഒന്നും പറയണ്ടപ്പാ. അവസാനം നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒന്നുമില്ല എന്ന് മാത്രമല്ല, മൻമോഹൻ സർക്കാർ വാങ്ങാൻ വെച്ചിരുന്നതിനേക്കാൾ ഏകദേശം 3% വില കുറച്ചിട്ടാണ് മോദി വാങ്ങിയിരിക്കുന്നത്. അത് തീർക്കുന്ന അത് സമ്മതിച്ചില്ല. ചൗക്കീദാർ ചോർ ഹെ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ചൗക്കീദാർ ചോർ ഹെ എന്നൊക്കെ പറഞ്ഞിട്ട് വൻ ബഹളം. അവസാനം ഇത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. അങ്ങനെ അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു 4 മാസം മുമ്പ് ഫ്രാൻസിലെ ഒരു പത്രം
ഒരു ഓൺലൈൻ പോർട്ടലാണ്. ആ പത്രത്തിൽ ഒരു വാർത്ത വന്നു, റഫാൽ ഡീലിൽ കൈക്കൂലി ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വാർത്ത വന്നു. അന്നൊരു ചെറിയ ബഹളമൊക്കെ നടന്നു. ദേ ഫ്രാൻസിൽ ഇപ്പോൾ കൊന്നുകളെയും പിടിച്ചു കളയും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബഹളമൊക്കെ നടന്നു. അതങ്ങ് അടങ്ങി. ഇപ്പോൾ ദേ വീണ്ടും അതേ പത്രം, ആ പത്രം പുതിയ വാർത്ത കൊടുത്തിരിക്കുന്നു. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് 2007-നും 2012-നും ഇടയ്ക്ക് ഏകദേശം 7.5 മില്യൺ യൂറോ എന്ന് വെച്ചാൽ ഏകദേശം 65 കോടി രൂപ കമ്മീഷനായിട്ട് ഇന്ത്യയിലെ സുഷേൻ സിംഗ് എന്നുള്ള സുഷേൻ ഗുപ്ത എന്ന ആളിന് കൈമാറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ രേഖകളുമൊക്കെ പുറത്തു വിട്ടു. തുടങ്ങി ബഹളം. ഇപ്പോൾ ആ ബഹളത്തിൻ്റെ ആദ്യഘട്ടം ഇപ്പോൾ BJP തിരിച്ച് അങ്ങോട്ടടിക്കുകയാണ് കോൺഗ്രസ്സിനെ. ഇതുവരെ കോൺഗ്രസ് ഇങ്ങോട്ടടിക്കുകയായിരുന്നു, ഇപ്പോൾ BJP തിരിച്ചടിക്കുന്നു. ആ അടി നടത്തുന്നത് BJPയുടെ മുഖ്യ വക്താവായ സാംബിത് പാത്രയാണ്. സാംബിത് പാത്രയുടെ ആ തുടക്കം നമുക്കൊന്ന് കേൾക്കാം. कुछ महीनों पहले मीडिया पार्ट ने यह खुलासा किया कि राफेल में भ्रष्टाचार हुआ था। जैसे ही यह खुलासा हुआ, कांग्रेस पार्टी ने आओ देखा ना ताओ तुरंत प्रेस कॉन्फ्रेंस करके भारतीय जनता पार्टी और खास करके देश के यशस्वी प्रधानमंत्री नरेंद्र मोदी जी के ऊपर हमला बोला। उस समय भारतीय जनता पार्टी ने प्रेस कॉन्फ्रेंस करके कहा था कि इंतजार करिए, जब समूचा विषय सामने आएगा तो दूध का दूध पानी का पानी होगा। और आज जब मीडिया पार्ट ने अपने इस आर्टिकल के माध्यम से सच्चाई को सामने रखा है तो दिल दहल जाता है ये जान करके कि जहां तक रफाल का विषय है, ये कमीशन की कहानी थी, बहुत बड़े घोटाले की साजिश थी। और ये पूरा मामला 2007 और 2012 के बीच हुआ। बहुत लोगों ने इस आर्टिकल को पढ़ा होगा। आर्टिकल का एक प्रति मीडिया पार्ट का सघन अध्ययन करने के पश्चात मैं आज यहां लेकर आया हूं। मूलतः इसमें यह बताया गया है कि जो दसों एविएशन था, जो फ्रांस के एयरक्राफ्ट मैन्युफैक्चरर कंपनी है, जिसको कि इस पूरे डील में डी के रूप में दिखाया गया, एक कोड वर्ड इस्तेमाल किया गया डी। तो डी के रूप में डसो एविएशन को दिखाया गया। इस डसो एविएशन ने लगभग 7.5 मिलियन यूरोज, अगर हम इसे भारतीय रुपया में कन्वर्ट करें तो लगभग 65 करोड़ रुपीस बैठता है। അപ്പോൾ സംഭവം വ്യക്തമാണ്. BJPയുടെ നിലപാടാണ് അദ്ദേഹം പറയുന്നത്. 4 മാസം മുമ്പ് മീഡിയ പാർട്ട് എന്ന ഈ ഫ്രഞ്ച് പത്രം റഫാൽ ഡീലിൽ കമ്മീഷൻ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വാർത്ത കൊടുത്തിരുന്നു. അന്ന് BJP ഈ കാശ് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ ബഹളം വെച്ചതാണ്. ഞങ്ങൾ കോൺഗ്രസ്സുകാരോട് പറഞ്ഞു, തൽക്കാലം ബഹളം വയ്ക്കല്ലേ, അയാൾ എന്താണെന്ന് വെച്ചാൽ മുഴുവൻ പറയട്ടെ. ഇപ്പോൾ കമ്മീഷൻ കൊടുത്തു മേടിച്ചു എന്നാണല്ലോ പറഞ്ഞു. ആർക്ക് കൊടുത്തു, എപ്പം കൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതും കൂടെ വരട്ടപ്പ എന്നിട്ട് ബഹളം വയ്ക്കാമെന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. കോൺഗ്രസ് അങ്ങോട്ട് അടിച്ച് കയറി. ഇപ്പോൾ എന്ത് പറ്റി? അവർ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടു. വിവരങ്ങൾ പുറത്തുവിട്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് കോൺഗ്രസിൻ്റെ കാലത്ത് UPA ഭരണകാലത്ത് കൊടുത്ത കമ്മീഷൻ്റെ വിവരങ്ങളാണ്. ഇപ്പോൾ ദസോ കമ്പനിയാണ് നമുക്ക് ഈ വിമാനങ്ങൾ തന്നിരിക്കുന്നത്, റഫാൽ വിമാനങ്ങൾ. അവരാണ് വിമാനം ഉണ്ടാക്കുന്നവർ. അവർ ഒരു മനുഷ്യന് 7.5 മില്യൺ യൂറോ അല്ലെങ്കിൽ 65 കോടി രൂപ കൊടുത്തു. ശരി, കൊടുത്തു. ആ കൊടുത്ത കാശ് അങ്ങേരാർക്കാ കൊടുത്തത്? ഇത് എന്തിനാ കൊടുത്തത്? ദസോ കമ്പനി മിണ്ടുന്നില്ല, ഫ്രഞ്ച് സർക്കാരും മിണ്ടുന്നില്ല, ഈ കാശ് വാങ്ങിച്ചയാളും മിണ്ടുന്നില്ല. ഈ പത്രം മാത്രം ഇങ്ങനെ കഥകൾ പുറത്തുവിടുന്നു. അതിനെ ചൊല്ലി രാഷ്ട്രീയ യുദ്ധം ഉണ്ടാകുന്നു. ഇതെവിടം വരെ പോകും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഈ പ്രശ്നം കൂടുതൽ സംബിത് പാത്ര വിശദീകരിക്കുന്നുണ്ട്. രസമാണ്, നമുക്കൊന്ന് കേൾക്കാം. और ये पूरा विषय 2007 और 2012 के बीच घटित हो रहा है। इसमें सबसे महत्वपूर्ण विषय है, और आप इस आर्टिकल में देखेंगे तो आर्टिकल में लिखा गया है एटलीस्ट 7.5 मिलियन यूरोज वे पेड। मतलब मिनिमम अमाउंट जो कमीशन का पे किया गया वो 65 करोड़ रुपया है। और आर्टिकल में कई स्थानों पर आगे इसका बखान है, उल्लेख है, और बाकी न्यूज़पेपर्स ने भी जो आर्टिकल बनाए हैं
उसमें यह बखान है, इसमें वो कहा गया है कि 11 मिलियन यूरो तक, अर्थात मिनिमम 7.5 मिलियन यूरोज और 11 मिलियन यूरोज तक ये कमीशन दिए गए हैं हिंदुस्तान के अंदर एक मिडिलमैन के माध्यम से, जिस मिडिलमैन का नाम सुषेन गुप्ता है, सुषेन मोहन गुप्ता। അപ്പോൾ സുഷേൻ മോഹൻ ഗുപ്ത, സുഷേൻ ഗുപ്ത അല്ലെങ്കിൽ SM ഗുപ്ത എന്ന് പറയുന്ന ആളിന് 2007-നും 2012-നും ഇടയ്ക്ക് ഈ ദസോ കമ്പനിയിൽ നിന്ന് കുറഞ്ഞത് മിനിമം ഏറ്റവും കുറഞ്ഞത് 7.5 മില്യൺ യൂറോ, അതായത് 65 കോടി രൂപ ഏകദേശം, ഏറ്റവും കുറഞ്ഞത്. കൂടിയത് എത്രയാ? മറ്റ് പത്രക്കാരുമൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്ത് കൂട്ടുമല്ല. അങ്ങനെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ 100 കോടി രൂപ വരെ, അതായത് 11 മില്യൺ യൂറോ വരെ വരാം, അത്രയും കൊടുത്തിട്ടുണ്ടാവാം. അതായത് 65-നും 100-നും ഇടയ്ക്കുള്ള കോടികൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഇന്ത്യക്കാരൻ്റെ കയ്യിലേക്ക്. അയാളിത് ആർക്ക് കൊടുത്തു എന്നുള്ളത് അറിയില്ല. പക്ഷേ ഈ കൈമാറ്റം നടന്നിരിക്കുന്നത് 2007-നും 2012-നും ഇടയ്ക്കായതുകൊണ്ടും ആ സമയത്ത് ഇതേ റഫാൽ കരാറ് മൻമോഹൻ സിംഗ് സർക്കാർ നെഗോഷിയേറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലായിട്ടിരുന്നേ ഉള്ളൂ. സംസാരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സംസാരം എന്തിനെപ്പറ്റിയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു തർക്ക വിഷയമാണ്. സംസാരം വിമാനത്തെപ്പറ്റിയായിരുന്നോ അതോ വിമാന ഇടപാടിൽ കോഴ എത്ര വേണം, ഇത്ര തരാം, അയ്യോ അത് പറ്റില്ല കുറച്ചുകൂടെ വേണം, ഇങ്ങനെയുള്ള സംസാരമായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ ഈ ഊരാക്കുടുക്കുകളൊക്കെ അഴിച്ചെടുക്കേണ്ടത് CBI, എൻഫോഴ്സ്മെൻറ്റ്, റവന്യൂ ഇൻ്റലിജൻസ് ഇതുപോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അവരാരും തന്നെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഫീൽഡിൽ. ഇറങ്ങാൻ അവർക്ക് പറ്റുകയുമില്ല. ഒരു പത്രവാർത്ത വന്നു എന്ന് പറഞ്ഞ് ഇതിൻ്റെ പിന്നാലെ ഓടാൻ പറ്റുമോ? ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് 2018 തന്നെ മൗറീഷ്യസിലെ അറ്റോർണി ജനറലോ അക്കൗണ്ടൻറ്റ് ജനറലോ ആരോ ഇന്ത്യയെ അറിയിച്ചിരുന്നു ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ട് എന്ന്. എന്തുകൊണ്ട് CBI അന്വേഷണം നടത്തിയില്ല? ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ CBIക്ക് അന്വേഷിക്കാൻ പറ്റുമോ? ഈ മൗറീഷ്യസിന് എന്താ ഇതിനകത്ത് കാര്യം? ഫ്രാൻസിൽ നിന്നൊരു ഇന്ത്യക്കാരന് കാശ് കൊടുത്ത് മൗറീഷ്യസ് വഴിയാണോ? അങ്ങനെയാണെങ്കിൽ മൗറീഷ്യസ് സർക്കാരല്ലേ ഇത് പറയേണ്ടത്? ഇതിലൊന്നും ഒരു വ്യക്തതയുമില്ല. ഞാൻ പറയുന്നത് ഫലത്തിൽ ഒരു പത്രവാർത്ത എത്ര കണ്ട് പൊളിറ്റിസൈസ് ചെയ്യപ്പെടുന്നു, അന്യോന്യമുള്ള ആരോപണത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. 4 മാസം മുമ്പ് കോൺഗ്രസ് ഉപയോഗിച്ച പത്രവാർത്ത ഇന്നിപ്പോൾ BJPക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുന്നു. അതേസമയം നടപടികൾ ഒന്നും ഉണ്ടാകുന്നുമില്ല. ഈ സുഷേൻ ഗുപ്ത ഇയാൾക്ക് വേറൊരു ചരിത്രമുണ്ട്. ആ ചരിത്രവും നമ്മളുടെ സാംബിത് പാത്ര പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. आश्चर्य का विषय कि 2007 और 2012 के बीच में ये जो घोटाला होता है, ये जो कमीशन खोरी होती है, जिसका मिडिलमैन, जिसका दलाल सुषेन गुप्ता होता है, ये सुषेन गुप्ता कोई नया खिलाड़ी नहीं है. ये एक पुराना खिलाड़ी है जो VVIP चॉपर गेट स्कैम था, जिसको ऑगुस्ता वेस्टलैंड के नाम से जाना जाता था. वो सुषेन गुप्ता उसका भी किंगपिन था, उसका भी कमीशन एजेंट था, उसका भी दलाल था. This is too much of a coincidence that an agent, a middleman who was commissioned for Augusta Westland case, in fact is the kingpin, is the commission agent, is the middleman in the Rafael case also during 2007 and 2012. And too much of coincidence is always a conspiracy. അപ്പോൾ സാംബിത് പാത്രയുടെ വാദം ഒരുപാട് യാദൃച്ഛികതകൾ ഉണ്ടെങ്കിൽ അതൊരു ഗൂഢാലോചനയാണ് എന്ന് തീരുമാനിക്കണം. ഇവിടെ എവിടെയാണ് യാദൃച്ഛികതകൾ? റഫാൽ ഡീലിൽ ഇടപെട്ടു എന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സുഷേൻ ഗുപ്ത, അയാളാണ് ഇടനിലക്കാരനെന്ന് വയ്ക്കുക. അയാൾ ഈ ഹെലികോപ്റ്റർ ഇടപാടിലും ഇടനിലക്കാരനായിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് 11 ഹെലികോപ്റ്ററുകൾ VIP-കൾക്ക് പറക്കാൻ സ്പെഷ്യൽ ഹെലികോപ്റ്ററുകൾ വാങ്ങിച്ചു. അത് സപ്ലൈ ചെയ്ത കമ്പനിയാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ്. അത് വലിയ ബഹളമായി, അന്വേഷണമായി, പ്രശ്നമായി. അതിനകത്തും
ഈ സുഷേൻ ഗുപ്തയാണ് ഇടനിലക്കാരൻ. സുഷേൻ ഗുപ്തയെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു, ചോദ്യം ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ജാമ്യത്തിലാണോ അകത്താണോ പുറത്താണോ എന്ന് ആർക്കും അത്ര വലിയ തിട്ടമില്ല. പുറത്ത് വന്നിട്ടില്ല, വാർത്ത വരുമായിരിക്കും. ഒരുപക്ഷെ ഞാനിത് ഷൂട്ട് ചെയ്ത് നിങ്ങൾ കാണുന്നതിനിടയ്ക്ക് ഇതിൻ്റെ ഫർദർ ഡെവലപ്മെൻ്റ് ഉണ്ടായി എന്ന് വരാം. തീർച്ചയായിട്ടും ഉണ്ടാവണം. എങ്ങനെയെങ്കിലും ഈ സത്യം പുറത്തു വരേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഞാനിതിന് സാധ്യത കുറവേ കാണുന്നുള്ളൂ. കാരണം ഇതിലും വലിയ ബഹളങ്ങൾ നമ്മുടെ മൂക്കിന് താഴെ നടന്നു പോയിട്ടുണ്ട്. എന്നിട്ട് റിസൾട്ടൊന്നും ഉണ്ടായിട്ടില്ല. പത്രക്കാരെന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടാക്കും. അത് ഈ മുല്ലപ്പെരിയാർ പോലെയാണ്. മുല്ലപ്പെരിയാർ ഇപ്പം പൊട്ടു എന്ന് പറഞ്ഞിട്ട് വർഷം എത്രയായി പൊട്ടിയോ? അത് പൊട്ടിയില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഓരോ വാർത്ത ചുമ്മാ അങ്ങോട്ട് പടച്ചു വിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? പക്ഷേ രാഷ്ട്രീയത്തിൽ നമുക്ക് ഈ ഒരു റിസ്ക് എടുക്കാനും പറ്റില്ല. ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലോ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിലോ അത് വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ ഇത് അന്വേഷിക്കേണ്ടതാണ്. അന്വേഷിക്കാനായിട്ട് പ്രാഥമികമായ ചില വിവരങ്ങൾ CBIക്ക് കിട്ടിയിട്ടുണ്ടോ അത് നമുക്ക് ഉറപ്പില്ല. കാരണം CBI വാ തുറന്നിട്ടില്ല, എൻഫോഴ്സ്മെൻറ്റുകാരൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഈ പറയുന്നതും നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നതും തമ്മിലുള്ള സമയ വ്യത്യാസത്തിനിടയ്ക്ക് പുതിയതെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. പക്ഷേ ഇതുവരെ CBIയോ എൻഫോഴ്സ്മെൻറ്റോ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. സാംബിത് പാത്ര പറയുന്നു, നിങ്ങൾ തുടക്കത്തിൽ കണ്ടു സാംബിത് പാത്രയുടെ ഒപ്പം ഇരിക്കുന്ന ഒരാൾ, അത് വേറൊരു പത്രസമ്മേളനമാണ്, കോൺഗ്രസിൻ്റെ വക്താവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശബ്ദം ആ TV ചാനൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ. അദ്ദേഹം ഇത് പറയുന്നു, ധൈര്യം ഉണ്ടെങ്കിൽ അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ സോളാർ കേസിൽ നടക്കുന്ന പോലെ തിരിച്ച് വെല്ലുവിളിക്കുന്നുണ്ട് കോൺഗ്രസ്. ധൈര്യം ഉണ്ടെങ്കിൽ കേസെടുക്കുക കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും ഇതിനകത്ത് എന്തോ ഒരു പുലിവാല് കോൺഗ്രസ്സിന് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് നരേന്ദ്രമോദി സർക്കാർ കൃത്യമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും. ഒരു പക്ഷേ അത് നടക്കുകയും ചെയ്യും. കാരണം ചില കാര്യത്തിൽ മിന്നൽ വേഗത്തിലാണ് നരേന്ദ്രമോദി പ്രവർത്തിക്കാറുള്ളത്. ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം കയറിയിട്ട് ഇതിൻ്റെ ഒരു സൊല്യൂഷനുമായിട്ട് വരും. കാശ്മീരിലൊക്കെ സംഭവിച്ചത് അതാണ്. എല്ലാവരും പറഞ്ഞു മോദി എന്ത് ചെയ്യുന്നു കാശ്മീരിൽ, വെറുതെ ചുമ്മാ വാചകമല്ലേ ഉള്ളൂ. ദാ ഡിം എന്ന് പറഞ്ഞൊരു ദിവസം ആർട്ടിക്കിൾ 370 പിൻവലിക്കുന്നു, 35 പിൻവലിക്കുന്നു, കാശ്മീർ വിഭജിക്കുന്നു, ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി മാറുന്നു, മിന്നൽ വേഗത്തിൽ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നു. അതിൻ്റെ വീണ്ടും പ്രശ്നങ്ങളുണ്ട്, അതിനും പരിഹാരം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ കേസിലും ഒരു പരിഹാരം ഉണ്ടാകും എന്നാണ് മോദിയുടെ ഇതേവരെയുള്ള പെർഫോമൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും സാംബിത് പാത്രയുടെ പത്രസമ്മേളനത്തിൻ്റെ ഒരു ഭാഗം കൂടെ നമുക്ക് കാണാം. शायद वो हिंदुस्तान में नहीं है, मैंने अभी अखबारों में पढ़ा शायद वो इटली में है. इटली से राहुल गांधी जवाब दें. जो भ्रम फैलाने की कोशिश राहुल गांधी और उनकी पार्टी ने इतने वर्षों तक किया है, आज ये खुलासा हुआ है कि उन्हीं के सरकार के कालखंड 2007 से 12 के बीच में ये कमीशन खोरी हुई है और मिडिल मैन का नाम भी सामने आया है. बहुत दुखद विषय है मेरे भाइयों. दुखद विषय यह है, फॉर लॉन्ग 10 years the IAF, Indian Air Force, was depleted critically of fighter aircraft. इंडियन एयरफोर्स को फाइटर एयरक्राफ्ट की आवश्यकता थी. 10 वर्षों तक इस पूरे विषय को पेंडिंग रखा गया. 10 वर्षों तक there were negotiations and negotiations and negotiations, and there was no conclusion of negotiation. And now we come to know that there was no conclusion of negotiation because the negotiation was not about aircraft. The negotiation was about commission. നല്ല തമാശയാണ് കേട്ടോ. സാംബിത് പാത്ര പറയുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യയിലില്ല, ഒരുപക്ഷെ ഇറ്റലിയിലുണ്ടാവാം, ഇറ്റലിയിലാണെന്ന് കേൾക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ രാഹുൽ ഗാന്ധി മുങ്ങാറുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. ഈ ആശാനെ കാണാതെ പോയി എവിടെ പോകുന്ന ആർക്കും അറിയാമായിരിക്കും. ഇൻ്റലിജൻസ് വിഭാഗത്തിനോ ആഭ്യന്തര വകുപ്പിനൊക്കെ അറിയാമായിരിക്കും. പ്രൈവറ്റ് ട്രിപ്പാണ്, രാഹുൽ ഗാന്ധി ഇന്ന സ്ഥലത്ത് പോയി എന്ന് അവർ വിളിച്ച് പറയുന്നത് മോശമല്ലേ? പക്ഷേ ഒരു പബ്ലിക് ഫിഗറായ സ്ഥിതിക്ക് രാഹുൽ ഗാന്ധി പറയണ്ടേ, ഞാൻ ഇന്ന നാട്ടിൽ പോവുകയാണ്, ഇന്ന ആവശ്യത്തിൽ പോവുകയാണ്, ഞാൻ ഇത്രാം തീയതി തിരിച്ചു വരും എന്നൊക്കെ പറയണ്ടേ? പക്ഷേ ആസാൻ ട്വിറ്ററിൽ എഴുതി
അഴിമതിക്കെതിരെയുള്ള കുരിശുയുദ്ധത്തിൽ ഞാൻ കോൺഗ്രസ്സുകാരുടെ കൂടെ തന്നെ ഉണ്ടാകും. എവിടെയുണ്ട് ചേട്ടനിപ്പോൾ? അത് പറയില്ല. കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിലുണ്ടാവണ്ടേ, അതോ ഇറ്റലിയിലിരുന്നാണോ സമരം ചെയ്യാൻ പോകുന്നത്? ഏതായാലും ഇറ്റലിയിലിരിക്കുന്ന രാഹുൽ ഗാന്ധി മറുപടി പറയണം എന്നതാണ് സാംബിത് പാത്രയുടെ പോയിൻ്റ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, UPA സർക്കാർ ഭരിച്ച 2004 മുതൽ 2014 വരെ 10 വർഷം, അത് സാംബിത് പാത്രയും പറയുന്നുണ്ട്, അതിനോട് ഞാനും യോജിക്കുന്നു, അതിൽ രാഷ്ട്രീയമില്ല. 10 വർഷം ഒരാണി പോലും നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിന് വാങ്ങിച്ചു കൊടുത്തില്ല. ഡിഫൻസ് വിമാനം വേണ്ടെന്ന്, യുദ്ധവിമാനം വേണ്ടേ? മിഗ്, മിറാഷ് ഇതൊക്കെയാണ് നമ്മൾ ഓടിച്ചുകൊണ്ടത്. മിഗ് റഷ്യയുടെയാണ്, അത് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. അവിടെ മിഗ് വിമാനം തകർന്നു വീണു. മിഗ് 21, 25, 29 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് തകർന്നു വീഴുന്നു, പഴയതായിപ്പോയി, അവർക്ക് പുതിയ ഡിസൈനും ഇല്ല. പിന്നെ ഉണ്ടായിരുന്നത് മിറാഷാണ്, അത് ഫ്രാൻസിൻ്റെ തന്നെയാണ്. അത് അവർ നിർത്തി, അവരിറക്കിയ പുതിയ സീരീസാണ് ഈ പറഞ്ഞ റഫാൽ. വാങ്ങണ്ടേ? ഇനി റഫാൽ വാങ്ങുന്നില്ല, വേറെങ്കിലും നല്ല യുദ്ധവിമാനം മേടിച്ചോ, കുഴപ്പമില്ല. എപ്പോൾ വേണമെങ്കിലും ചാടി വീഴാവുന്ന 2 ശത്രുക്കൾ നമ്മുടെ അയൽവക്കത്തുണ്ട്. ആ സമയത്ത് 10 കൊല്ലം വെറുതെ കളഞ്ഞു എന്ന് പറയുന്നത് മഹാമോശമായിപ്പോയി. അപ്പോഴൊക്കെ ഡിസ്കഷനാണെന്നാണ് പറയുന്നത്. എന്തിൻ്റെ ഡിസ്കഷൻ? കമ്മീഷൻ എത്ര വാങ്ങണമെന്നുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരുന്നു. അല്ലാതെ ആയുധം വാങ്ങാനുള്ള ഡിസ്കഷനോ വിമാനം വാങ്ങാനുള്ള ഡിസ്കഷനോ ആയിരുന്നില്ല എന്ന് വേണം വിചാരിക്കാൻ. അതാണെങ്കിൽ അങ്ങ് വാങ്ങിക്കുമല്ലോ. വരുന്നിടത്ത് വെച്ച് കാണാം കമ്മീഷനോ അഴിമതി ആരോപണമോ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരും ആദ്യമായിട്ടൊന്നും അല്ല അധികാരത്തിലിരിക്കുന്നത്, അവർക്കങ്ങനെ പേടിയുള്ളവരൊന്നുമല്ല. ചെയ്യാമായിരുന്നല്ലോ, അത് ചെയ്തില്ല. പ്രത്യേകിച്ച് പ്രതിരോധ രംഗത്ത് ഭരണാധികാരികൾ വരും വരായികൾ നോക്കാതെ നല്ല ആയുധങ്ങൾ വാങ്ങാൻ അങ്ങ് തീരുമാനിക്കണം, അത് നടപ്പിലാക്കണം. അതിനെ ചൊല്ലിയുള്ള ഭവിഷ്യത്തുകൾ എന്താണെങ്കിലും ശരി അത് നേരിടാൻ തയ്യാറാവണം. ഇതാണ് ഈ റഫാൽ വിമാന ഇടപാടിൽ നിന്ന് പ്രധാനമായിട്ടും നരേന്ദ്രമോദി രാജ്യത്തിന് കൊടുത്ത സന്ദേശം ഇതാണ്. ഈ ബഹളം നടക്കും, ആരെങ്കിലും എന്തെങ്കിലും പത്രത്തിലോ TV-യിലോ ഒക്കെ എഴുതി വയ്ക്കും, ഞാനതൊന്നും നോക്കാൻ പോകുന്നില്ല, ഞാൻ സത്യസന്ധമായിട്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇടനിലക്കാരെ ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ട് നേരിട്ട് ഫ്രഞ്ച് പ്രസിഡൻറ്റുമായിട്ട് സംസാരിച്ചു. മോദിയാണ് പോയത്, ഡിഫൻസ് മിനിസ്റ്റർ പോലും അല്ല. മോദി ഒറ്റയ്ക്കാണ് പോയത്. പ്രധാനമന്ത്രി ടു പ്രധാനമന്ത്രി, ഗവൺമെൻറ് ടു ഗവൺമെൻറ് കരാർ ഒപ്പിട്ടു തിരിച്ചു വന്നു. ബാക്കി ഡീറ്റെയിൽസ് പിന്നെ മനോഹർ പാരിക്കർ അവരിവരെ കൂടെ തീരുമാനിച്ചിട്ട് വിമാനം വാങ്ങി. വിമാനം വന്നതുകൊണ്ട് നമുക്കിപ്പം നെഞ്ചി പിരിച്ച് വർത്താനം പറയാൻ പറ്റുന്നുണ്ട്. ഈ ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് നടത്തിയില്ലേ പാകിസ്ഥാനിൽ, വിമാനമില്ലാതെ എന്ത് ചെയ്തേനെ? പറയാനൊക്കെ എളുപ്പമാണ്, വർത്താനം അഴിമതിയാണ്, സൂക്ഷിക്കുക. എടാ, ഇങ്ങനെ അഴിമതി എന്ന് പറഞ്ഞ് പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ രാജ്യം മുന്നോട്ട് പോകണ്ടേ? ആ ഒരു തീരുമാനം നരേന്ദ്രമോദി എടുത്തതല്ലേ? അതിൻ്റെ പേരിൽ എന്തെല്ലാം ചീത്ത പറഞ്ഞു, ചൗക്കീദാർ ചോർ ഹെ. എന്നിട്ട് ജനം കേട്ടോ? പഴയതിലും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്തിട്ട് മോദി അധികാരത്തിൽ കൊണ്ടുവന്നു. കാരണം രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടി അദ്ദേഹം എടുത്ത തീരുമാനമാണ്. ഇനി അതിന് 10 രൂപ കൂടുതൽ കൊടുത്തെങ്കിൽ പോട്ടെ, അങ്ങേര് തിന്നതല്ലല്ലോ. നമുക്ക് അത്യാവശ്യത്തിന് സാധനം മേടിക്കാൻ നേരത്ത് ഇച്ചിരി വില കൂടുതലാണെങ്കിൽ അത്ര ആയിക്കോട്ടെ, രാജ്യത്തിന് വിമാനം വേണം. ഇതാണ് സംഭവം. ഈ സംഭവം അറിയാതെ അല്ല ഈ ബഹളം നടക്കുന്നത്, അറിഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. അവിടെയാണ് എൻ്റെ പ്രശ്നം. കോൺഗ്രസ്സിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒക്കെ ഈ സത്യാവസ്ഥ അറിയാം. അറിഞ്ഞുകൊണ്ട് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ വാദങ്ങൾ ഉന്നയിച്ച് ആയുധം വാങ്ങാൻ സമ്മതിക്കാതെ രാജ്യത്തെ ദുർബലമാക്കുന്ന കാര്യം ഇവർ ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ പരാതി. അല്ലാതെ നിങ്ങൾ ആര് ഭരിച്ചു അല്ലെങ്കിൽ ആരെവിടെ നിന്ന് സാധനം മേടിച്ചു നമുക്ക് വിഷയമല്ല. പക്ഷേ പട്ടാളക്കാർക്ക് അവർ പറഞ്ഞ മാതിരിയുള്ള വിമാനങ്ങൾ, തോക്കുകൾ ഇതെല്ലാം കൊടുത്തില്ലെങ്കിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. നമ്മൾ ഉറങ്ങുന്നത് അവർ ആയുധവുമായിട്ട് അതിർത്തിയിൽ കാവൽ കിടക്കുന്നതുകൊണ്ടാണ്. ഇത് എല്ലാ രാഷ്ട്രീയക്കാരും ഓർമ്മ വയ്ക്കേണ്ട ഒരു കാര്യമാണ്. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.